Hi guys, once again welcome back to EduPod മക്കളെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. പ്രധാനമായും ഏറ്റവും നമ്പർ 1 ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിന്റെ ദിവസം സമയം എന്തിയാണ് ഇന്ന് അവസാനിക്കുക അല്ലേ. അതായത് ഇന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 5 മണി വരെയാണ് അതിന്റെ ഒരു സമയം എടുക്കുന്നത് അല്ലെ. പ്രധാനമായി ഒന്നാമത്തെ കാര്യം അപേക്ഷ 25-ാം തീയതി 5 മണി വരെ നമുക്ക് കൊടുക്കാം. 25-ാം തീയതി ഇന്ന് എത്ര മണിയാണ് 5 മണി വരെയാണ് അതിന്റെ സമയം. നിങ്ങൾ മെജോറിറ്റി ആളുകളും കൊടുത്തിട്ടുണ്ടാവും. ഇനി ആരും മെജോറിറ്റി ആളുകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇനി നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് 5 മണി വരെ സമയമുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാന രണ്ടാമത്തെ കാര്യം അല്ലേ, അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും, അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട് നിങ്ങളൊന്ന് ഉറപ്പുവരുത്താം. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, നേരെ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റീച്ച് ചെയ്യുക. അതായത് നിങ്ങൾ എന്തൊക്കെയാണോ അഡ്മിഷൻ പ്രോസസ് അതുപോലെയൊക്കെ ആദ്യം മുതലേ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എഴുതി കാണിക്കും എന്താണ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി ഉണ്ട് എന്നുള്ള. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നിർബന്ധം എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. റെഡി. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഏതെങ്കിലും മറന്നുപോയാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. റെഡി. ഇനി അതുപോലെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാനുള്ള പാസ്വേഡ് മറന്ന് ഫോർഗോട്ട് പാസ്വേഡ് വെച്ചാൽ കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായി വേണമെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പാസ്വേഡ് മറന്നുപോയാലൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അത് നോട്ട് ചെയ്തൊക്കെ. പിന്നെ ഇനി സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്പോർട്സ് കോട്ടയുടെ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്പോർട്സ് കോട്ട നമുക്കറിയാം, അത് എന്നാണ് അതിന്റെ അവസാന തീയതി 22 മുതൽ 30-ാം തീയതി, അതായത് ഈ മാസം 30-ാം തീയതി വരെയാണ് സ്പോർട്സ് കോട്ടക്കാർ അപേക്ഷിക്കാനുള്ള ഏറ്റവും അവസാന സമയം. അപ്പോൾ 30-ാം തീയതി വരെ സമയമുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് മൈനോറിറ്റികൾ നടക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ പല രീതിയിൽ അവർ കമ്മ്യൂണിറ്റി കോട്ടകളുണ്ട് പല സ്കൂളുകളായിട്ട് അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ട നമുക്കറിയാം ഓൺലൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശരിക്കും ഒരു ഓൺലൈൻ സംവിധാനം ഇല്ല. അതായത് ഗവൺമെന്റ് സംവിധാനങ്ങളില്ല, അതത് സ്കൂളുകൾ ചിലപ്പോൾ ഓൺലൈൻ സംവിധാനമുണ്ട്. അപ്പോൾ കോഴിക്കോട് ചില സ്കൂളുകളൊക്കെ ഓൺലൈൻ ആയിട്ടാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേണ്ട സ്കൂളിന്റെ പേര് പറയണ്ട അല്ലേ. അപ്പോൾ ഏതെങ്കിലും പല സ്കൂളുകളുണ്ട്, അവിടെ സ്കൂളിൽ ചിലപ്പോൾ അവർ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും നമ്മളെ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷിക്കേണ്ട ഓൺലൈനാണ്, ഞങ്ങളുടെ സ്കൂളിലെ സൈറ്റ് ഇതാണ്, അവിടെ കൃത്യമായി പറയുന്നുണ്ടാവും. ചില സ്കൂൾ നേരെ മറിച്ചായിരിക്കും ഓഫ്ലൈൻ ആയിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഫോം വാങ്ങുക, അവിടെ തന്നെ ഫിൽ ചെയ്യുക, അപ്പം തന്നെ കൊടുക്കുക. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് ലാഗ് ചെയ്ത് 1-2 ദിവസം മാറ്റി വെക്കരുത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ നാളെ അവസാനിക്കുകയാണല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുനിന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നാളത്തോടു കൂടി ഇത് ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പറയപ്പെടുന്ന ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ അലോട്ട്മെന്റ് ഇന്ന് 5 മണിക്ക് എന്ത് ചെയ്യാൻ പോകണം, അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. സോ മക്കളെ, അടുത്ത അപ്ഡേറ്റ് കാണാം. അതുവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. സോ അടുത്തൊരു അപ്ഡേറ്റ് കാണുന്നവരെ ബൈ, താങ്ക് യു.